ഗുമസ്തനായും സ്റ്റോർ കീപ്പറായും പോസ്റ്റ് മാസ്റ്ററായും ന്യൂസലമിൽ ജോലി ചെയ്തുകൊണ്ട് ലിങ്കനുണ്ടായ ഒരു പ്രധാന നേട്ടം ജനങ്ങളുമായുണ്ടായ അടുപ്പമാണ്. ആളുകൾ ലിങ്കന്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരായിരുന്നു. സത്യധർമ്മങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത വ്യക്തി എന്ന നിലയിൽ ലിങ്കൻ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്നു. സർവേയറുടെ ജോലി ലിങ്കന് വീണ്ടും ജനസമ്മതി നേടിക്കൊടുത്തു. തികഞ്ഞ സാമൂഹിക ബോധം കൈമുതലായി ഉണ്ടായിരുന്ന ലിങ്കൻ ഏത് ജോലി ചെയ്യുമ്പോഴും അത് പരോപകാരപ്രദമായിരിക്കണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഓരോ മാസവും ഓരോ ജോലി എന്നതായിരുന്നു ലിങ്കന്റെ അക്കാലത്തെ തൊഴിൽ രീതി. ജോലിയിൽ നിന്നും കാര്യമായ വരുമാനമൊന്നും ലഭിച്ചിരുന്നില്ലെങ്കിലും ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഓരോ ജോലിയും ലിങ്കനെ സമ്പന്നനാക്കി. സുഹൃത്തുക്കളായിരുന്നു ലിങ്കന്റെ പ്രധാന സമ്പത്ത്. രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ യോഗ്യതകളെല്ലാം യൗവനത്തിൽ തന്നെ ലിങ്കൻ നേടിക്കഴിഞ്ഞിരുന്നു. 1832 23-ാം വയസ്സിൽ ലിങ്കന്റെ രാഷ്ട്രീയ പ്രവേശം സംഭവിക്കുകയും ചെയ്തു. ബ്ലാക്ക് ഹാക്ക് യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്. ഇല്ലിനോയിയിലെ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ലിങ്കൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ഈ സമയത്ത് തന്നെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ലിങ്കനെ വിളിച്ചത്. തെരഞ്ഞെടുപ്പിന് വെറും 10 ദിവസം മാത്രം ശേഷിക്കെയാണ് ലിങ്കൻ യുദ്ധരംഗത്ത് നിന്നും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ കണ്ട് സംസാരിക്കാനുള്ള സമയമൊന്നും ലിങ്കന് ലഭിച്ചില്ല. എന്നാൽ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ ഗംഭീരമായ ഒരു പ്രസംഗം നടത്തി. ലിങ്കന്റെ സ്വഭാവ സവിശേഷതകളുടെ ഒരു പ്രദർശനം പോലെയായിരുന്നു ആ പ്രസംഗം. മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളിൽ തൊടുന്ന മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചാണ് ലിങ്കൻ സംസാരിച്ചത്. കേൾക്കുന്നവർക്ക് ലിങ്കൻ അവരിൽ ഒരാളാണെന്ന് തോന്നി. ഞാൻ വിനീതനായ എബ്രഹാം ലിങ്കനാണ്. നിയമനിർമ്മാണ സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചത് എൻ്റെ പല സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ്. ഒരു വൃദ്ധയുടെ നൃത്തം പോലെ ഹ്രസ്വവും മധുരതരവുമാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം. നമുക്കൊരു ദേശീയ ബാങ്ക് വേണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. ആഭ്യന്തര പരിഷ്കരണ സംവിധാനം ഉണ്ടാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ വികാരങ്ങൾ. രാഷ്ട്രീയ ദർശനങ്ങൾ ഇവയൊക്കെ തന്നെ. എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും. തിരഞ്ഞെടുത്തില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എന്നിങ്ങനെയായിരുന്നു ലിങ്കന്റെ പ്രസംഗം. ആൾക്കൂട്ടം എവിടെ കണ്ടാലും അങ്ങോട്ട് ചെന്ന് അവരിൽ ഒരാളായി നിന്ന് ലിങ്കൻ വോട്ട് ചോദിച്ച്. തൻ്റെ കായിക ശക്തി പരിശോധിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ എത്ര ഭാരമുള്ള ചുമടും എടുത്തു പൊക്കാനും ലിങ്കൻ തയ്യാറായിരുന്നു. 10 ദിവസം ലിങ്കൻ വോട്ടഭ്യർത്ഥനയിൽ മുഴുകി. അത് വളരെ കുറഞ്ഞ സമയമായിരുന്നു. സുഹൃത്തുക്കളും അയൽക്കാരുമെല്ലാം ലിങ്കന്റെ വിജയം ഉറപ്പിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ലിങ്കൻ പരാജയപ്പെട്ടു. ലിങ്കൻ പ്രശസ്തനായിരുന്ന പ്രദേശങ്ങളിലെല്ലാം ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. പക്ഷേ ലിങ്കനെ ഒട്ടും പരിചയമില്ലാതിരുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് വോട്ട് ലഭിക്കാതിരുന്നത്. തന്നെ പരിചയമുള്ള ആളുകളെല്ലാം തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന അറിവ് ലിങ്കന് പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും നൽകി. 1834 നടന്ന തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ലിങ്കന്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് അനുഭവം. വിഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇല്ലിനോയി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കാണ് ലിങ്കൻ മത്സരിച്ചത്. പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സന്റെ രാഷ്ട്രീയ എതിരാളികൾ 1834 രൂപീകരിച്ച പാർട്ടിയായിരുന്നു വിഗ് പാർട്ടി. 1834 ഓഗസ്റ്റ് 4-നാണ് ഇല്ലിനോയി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ലിങ്കൻ മികച്ച പ്രചാരണം നടത്തിയിരുന്നു. ലിങ്കണും കൂട്ടുകാരും രാപ്പകലില്ലാതെ കാടും മേടും കടന്ന് ജനവാസ കേന്ദ്രങ്ങളിലെത്തി ആളുകളെ കണ്ടു. ലിങ്കൻ സുപരിചിതനായിരുന്ന പല സ്ഥലങ്ങളിലെയും ആളുകളുടെ മുഖഭാവത്തിൽ നിന്നു തന്നെ സുഹൃത്തുക്കൾ ലിങ്കന്റെ വിജയം ഉറപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ ലിങ്കൻ വിജയിച്ചു. വിജയം ലിങ്കന് കാര്യമായൊന്നും നൽകിയില്ല.
ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്നതായിരുന്നു അവസ്ഥ. നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നിട്ടും ലിങ്കൺ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നു. നിയമനിർമ്മാണ സഭയിലേക്ക് ലിങ്കൺ പലപ്പോഴായി തിരഞ്ഞെടുക്കപ്പെട്ടു. 8 വർഷക്കാലം ലിങ്കൺ സഭയിൽ പ്രവർത്തിച്ചു. 8 വർഷക്കാലത്തെ സഭാ ജീവിതത്തിനിടയിൽ കാര്യമായൊന്നും സംഭവിച്ചില്ല. ഇല്ലിനോയിയുടെ തലസ്ഥാനം വണ്ടാരയിൽ നിന്നും സ്പ്രിംഗ്ഫീൽഡിലേക്ക് മാറ്റി എന്നതായിരുന്നു ഇക്കാലത്ത് സഭ കൈക്കൊണ്ട പ്രധാന നടപടി. ലിങ്കണാണ് ഈ ചുമതല ഏറ്റെടുത്തത്. വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു ദൗത്യമായിരുന്നു ഇത്. ഒരു തലസ്ഥാനം മാറ്റുക എന്നത് പല ആരോപണങ്ങളും ജനരോക്ഷവും ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രക്രിയയാണ്. ലിങ്കൺ അത് വിജയകരമായി നിർവഹിച്ചു. സ്പ്രിംഗ്ഫീൽഡ് പിന്നീട് ലിങ്കന്റെ ഇഷ്ടദേശമായി മാറി. ഇക്കാലത്ത് പ്രവചനാത്മകമായ ഒരു സംഭവം ലിങ്കന്റെ ജീവിതത്തിലുണ്ടായി. നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന നിലയിൽ ലിങ്കൺ നേരിട്ട പ്രധാന പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു അത്. അക്കാലത്ത് അത് മാരകമായ ഫലങ്ങളുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അടിമത്ത വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു സമ്പ്രദായമായി നിലനിന്നിരുന്ന 1837 അത് സംഭവിച്ചത്. അടിമത്തത്തെ അനുകൂലിക്കുന്നവർ സമൂഹത്തിലെ പ്രബല ശക്തിയായിരുന്ന അക്കാലത്ത് നിയമനിർമ്മാണ സഭയിൽ ലിങ്കൺ അടിമത്തത്തിനെതിരെ സംസാരിച്ചു. അടിമത്തത്തെ എതിർക്കുന്നവനെ ചെകുത്താനോ രാക്ഷസനോ ഒക്കെയായി കാണുന്നവരായിരുന്നു ലിങ്കന് ചുറ്റും. അടിമത്തത്തെ എതിർക്കുന്നവരെ ദേശദ്രോഹികളായി കാണുന്നവരുമുണ്ടായിരുന്നു. ഇക്കാലത്ത് അടിമത്തത്തെ അനുകൂലിക്കുന്ന ഒരു പ്രമേയം സഭ പാസാക്കാൻ തീരുമാനിച്ചു. സഭയിൽ അടിമത്തത്തിനെതിരെ ചിന്തിക്കുന്നവരുമുണ്ടായിരുന്നുവെങ്കിലും പ്രമേയത്തെ ആരും എതിർത്തില്ല. അടിമത്തത്തെ എതിർക്കുന്നത് രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. രാഷ്ട്രീയമായ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ലിങ്കൺ അടിമത്തത്തെ എതിർത്ത് സംസാരിച്ചു. അടിമത്തം തെറ്റാണ്, അടിമത്തത്തെ അനുകൂലിക്കുന്ന ഈ പ്രമേയവും തെറ്റാണ് എന്ന് ലിങ്കൺ പറഞ്ഞു. ലിങ്കന്റെ എതിർപ്പിനെ അതിജീവിച്ച് തന്നെ പ്രമേയം പാസ്സായി. സ്വന്തം രാഷ്ട്രീയ ഭാവിയിൽ താൽപ്പര്യമുള്ള ആരും പ്രമേയത്തെ എതിർത്തില്ല. ആദർശത്തിന് മുന്നിൽ ലിങ്കണ് രാഷ്ട്രീയ ഭാവി നിസ്സാരമായിരുന്നു. 1846 ലിങ്കൺ വീണ്ടും സ്ഥാനാർത്ഥിയായി. തെരഞ്ഞെടുപ്പിൽ ആകർഷകമായ ഭൂരിപക്ഷത്തിൽ തന്നെ ലിങ്കൺ ജയിച്ചു. ബ്ലാക്ക് ഹാവ്ക്ക് യുദ്ധകാലത്ത് പരിചയപ്പെട്ട മേജർ ജോൺ ടി സ്റ്റുവർട്ടാണ് ലിങ്കണെ നിയമം പഠിക്കാൻ ഉപദേശിച്ചു കൊണ്ടിരുന്നത്. ലിങ്കൺ വക്കീലാവുക എന്ന ലക്ഷ്യത്തോടെ നിയമം പഠിക്കാൻ തുടങ്ങി. ലിങ്കന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ നിയമപഠനം. ഇല്ലിനോയ് സുപ്രീം കോടതിയിലെ 2 ജസ്റ്റിസുമാർ 1836 സെപ്റ്റംബർ 9 ലിങ്കണ് വക്കീലായി പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നൽകി. പിന്നീട് 1837 മാർച്ച് 1 ലിങ്കൺ ഇല്ലിനോയ് സുപ്രീം കോടതിയിലെ ക്ലർക്കിന്റെ മുന്നിൽ ഹാജരായി ഒരു പ്രതിജ്ഞയെടുത്തു. യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും ഇല്ലിനോയുടെയും ഭരണഘടനയെ പിന്തുണയ്ക്കുമെന്നതായിരുന്നു പ്രതിജ്ഞ. ഇതോടെ ഇല്ലിനോയിലെ ഏതു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ലിങ്കണ് ലഭിച്ചു. മേരിയുമായുള്ള ലിങ്കന്റെ വിവാഹം 1842 നവംബർ 4 നടന്നു. മേരിയുടെ സഹോദരി മിസ്സിസ് എഡ്വേർഡ്സിന്റെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം. ഉത്തമനായ ഒരു ഭർത്താവായി ലിങ്കൺ വിവാഹ ജീവിതം ആരംഭിച്ചു. തികച്ചും പരിഷ്കൃതയായ ഒരു കുടുംബിനിയായി മേരിയും ലിങ്കണോടൊപ്പം ജീവിച്ചു. 1844 സ്പ്രിംഗ്ഫീൽഡിൽ ലിങ്കന്റെ ഓഫീസിനടുത്ത് അവർ ഒരു വീട് വാങ്ങി താമസം ആരംഭിച്ചു. അവർക്ക് 4 കുട്ടികൾ ജനിച്ചു. 1843 ആദ്യ പുത്രൻ റോബർട്ട് ടോഡ് ലിങ്കന്റെ ജനനം. എഡി എന്ന് വിളിച്ചിരുന്ന എഡ്വേർഡ് ബേക്കർ ലിങ്കൺ 1846 ജനിച്ചു. കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നയാളായിരുന്നു ലിങ്കൺ. എന്നാൽ പുത്രന്മാരൊത്തുമുള്ള ആഹ്ലാദത്തിൻ്റെ ദിനങ്ങൾ നീണ്ടു നിന്നില്ല. 1850 ഫെബ്രുവരി 1 ക്ഷയരോഗം ബാധിച്ച് എഡ്വേർഡ് മരിച്ചു. ലിങ്കന്റെ വീടിനടുത്ത് ഹച്ചിൻസൺ സെമിത്തേരിയിൽ
എഡിയെ അടക്കം ചെയ്തു. അടിമത്ത അനുകൂലികളെ എതിർത്തുകൊണ്ടാണ് 1854 ലിങ്കൺ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാവുന്നത്. 1856 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ദേശീയ സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് ലിങ്കണെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തു. 1860 ആരംഭത്തിൽ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുമെന്ന് ലിങ്കണ് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. 1860 നവംബർ 6 എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റായിരുന്നു ലിങ്കൺ. അടിമത്തം നിലനിന്നിരുന്ന തെക്കൻ സ്റ്റേറ്റുകളിൽ നിന്നല്ല, വടക്കൻ സ്റ്റേറ്റുകളിൽ നിന്നും പടിഞ്ഞാറൻ സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ലിങ്കണ് കൂടുതൽ പിന്തുണ ലഭിച്ചത്. ജെയിംസ് ബുക്കാനൻ ആയിരുന്നു ഇക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ്. അനീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു മഹാപ്രതിഭയായിരുന്നു ബുക്കാനൻ. ആഭ്യന്തര യുദ്ധം വൻ രക്തച്ചൊരിച്ചിലെത്തിക്കുക എന്നതായിരുന്നു ബുക്കാനൻ്റെ ആഗ്രഹം. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും താൻ താഴെ ഇറങ്ങുന്നതോടെ രാജ്യം നശിച്ച് കാണാനാണോ ബുക്കാനൻ ആഗ്രഹിക്കുന്നത് എന്ന് പോലും ലിങ്കൺ സംശയിച്ചിരുന്നു. പരീക്ഷണത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നതെന്ന് എബ്രഹാം ലിങ്കൺ ഉറപ്പിച്ചു. 1861 ഫെബ്രുവരി 11 ലിങ്കൺ വീട് വിട്ട് വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടു. മഞ്ഞുണ്ടെങ്കിലും വരണ്ട കാലാവസ്ഥയായിരുന്നു. അയൽക്കാരുടെയും സുഹൃത്തുക്കളുടെയും വലിയ ഒരാൾക്കൂട്ടം ലിങ്കനെ യാത്രയാക്കാൻ ഒത്തുകൂടിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ വരെ എല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു. ലിങ്കൺ ആൾക്കൂട്ടത്തോട് സംസാരിക്കാൻ കൈ ഉയർത്തി. എന്നാൽ ലിങ്കണ് ഒരു വാക്കും പറയാനായില്ല. വാക്കുകളുടെ പ്രിയ തോഴനായ ലിങ്കൺ വാക്കുകൾ കിട്ടാതെ ആളുകൾക്ക് മുന്നിൽ നിന്നു. നിശബ്ദത വേദനയായി വളർന്നു. ഒടുവിൽ ആഴമേറിയ ഇടറിയ ശബ്ദത്തിൽ ലിങ്കൺ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളെ, വിട പറയുന്ന ഈ വേളയിൽ എനിക്കുള്ള ഈ ദുഃഖവികാരത്തെ ആരും അനുമോദിക്കുകയില്ല. ഇവിടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. 1/4 നൂറ്റാണ്ടോളമായി ഇവിടെ ഞാൻ ജീവിക്കുന്നുണ്ട്. എൻ്റെ യുവത്വം ഈ സ്പ്രിംഗ്ഫീൽഡിലാണ് കഴിഞ്ഞു പോയത്. ഇവിടെ വെച്ചാണ് എൻ്റെ കുട്ടികൾ ജനിച്ചത്. എൻ്റെ ഒരു മകനെ അടക്കം ചെയ്തിട്ടുള്ളതും ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനാവുമോ എന്ന് എനിക്ക് പറയാനാകില്ല. വാഷിംഗ്ടണിൽ എന്നെ കാത്തിരിക്കുന്നത് വലിയ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ്. എല്ലാം നന്നായി വരും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. എനിക്ക് പരാജയപ്പെടാനാവില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഏറ്റവും പ്രിയത്തോടെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു. 1861 മാർച്ച് 4 രാവിലെ ലിങ്കൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചു. അമേരിക്കയുടെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ ഐക്യം സംരക്ഷിച്ചുകൊണ്ട് താൻ ഭരണം നടത്തുമെന്ന് ലിങ്കൺ പ്രസംഗത്തിൽ പറഞ്ഞു. അക്രമവും രക്തച്ചൊരിച്ചിലും കൂടാതെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത നിലനിർത്താൻ കഴിയുമെന്ന് ലിങ്കൺ പറഞ്ഞു. ദേശസ്നേഹത്തിൽ ഊന്നിയുള്ള ലിങ്കൻ്റെ പ്രസംഗം ഗംഭീരമായിരുന്നു. പ്രസിഡന്റ് ലിങ്കണിലേക്കാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ കണ്ണുകൾ മുഴുവനും തുറന്നിരിക്കുന്നത്. പലരും പല ചോദ്യങ്ങളും സ്വയം ഉന്നയിച്ചുകൊണ്ടിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിമോചന പോരാളികളുമെല്ലാം ലിങ്കൻ്റെ ചലനങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു. സത്യവാനും ധീരനുമായ ഈ മനുഷ്യൻ എന്തു ചെയ്യുമെന്നതായിരുന്നു ആളുകളുടെ ചിന്ത. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം ഇടവേളകളില്ലാതെ തുടരുകയായിരുന്നു. യുദ്ധത്തിൽ ഇരുപക്ഷത്തുമുള്ള ധാരാളം പേർ കൊല്ലപ്പെട്ടു. 1863 നവംബർ 19 പെൻസിൽവേനിയയിലെ ഗെറ്റിസ്ബർഗിലുള്ള ബാറ്റിൽ ഫീൽഡ് സെമിത്തേരിയിലെ ശവമടക്കു ചടങ്ങുകൾക്ക് ശേഷം ലിങ്കൺ ഒരു പ്രസംഗം നടത്തി. യൂണിയൻ പടയാളികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസംഗം ലോകം ശ്രവിച്ച ഏറ്റവും മഹത്തായ പ്രസംഗങ്ങളിലൊന്നായിരുന്നു. രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച പടയാളികൾക്ക് ലിങ്കൺ വാക്കുകളിലൂടെ നടത്തിയ അനശ്വരതയാണ് ഈ പ്രസംഗം. 1865 ഏപ്രിൽ 1
തെക്കുകിഴക്കൻ വിർജീനിയയിലും പീറ്റേഴ്സ്ബർഗിലും വെച്ചുണ്ടായ യുദ്ധം കോൺഫെഡറേഷൻ സേനയുടെ വാട്ടർലൂ എന്നാണ് അറിയപ്പെടുന്നത്. യുദ്ധകാലത്ത് യൂണിയൻ സൈന്യത്തിൽ ചേർന്ന് രാജ്യത്തിനു വേണ്ടി പോരാടാനുള്ള അവസരം ലിങ്കൺ കറുത്തവർഗക്കാരായ അടിമകൾക്ക് നൽകി. ആഭ്യന്തര യുദ്ധം അമേരിക്കയുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളെയെല്ലാം സ്വാധീനിച്ചു. അമേരിക്കൻ യൂണിയനെ സംരക്ഷിക്കുക എന്നതായിരുന്നു യുദ്ധത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാള മേധാവികളെല്ലാം അതിനു തന്നെയാണ് ഊന്നൽ കൊടുത്തിരുന്നത്. എന്നാൽ ലിങ്കന്റെ രഹസ്യാഭിലാഷം അടിമത്തത്തിന് അറുതി വരുത്തുക എന്നതായിരുന്നു. രാഷ്ട്രത്തലവനെന്ന നിലയിൽ അമേരിക്കയുടെ ഐക്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴും മനുഷ്യനെന്ന നിലയിൽ ലിങ്കൻ ആഗ്രഹിച്ചത് തെക്കൻ സംസ്ഥാനങ്ങളുടെ പതനത്തിലൂടെ അടിമത്തം അവസാനിപ്പിക്കാൻ കഴിയും എന്നത് തന്നെയായിരുന്നു. US എല്ലായിടത്തും പെട്ടെന്ന് അടിമത്തം ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന് ലിങ്കൻ വിശ്വസിച്ചില്ല. നിയമനിർമ്മാണത്തിലൂടെ പടിപടിയായി നടപ്പിലാക്കി ലക്ഷ്യം കാണേണ്ട ഒരു പ്രക്രിയയായാണ് അടിമത്ത നിർമ്മാർജ്ജനത്തെ ലിങ്കൺ കണ്ടത്. US ഭരണഘടനയിൽ 13ാം ഭേദഗതി കൊണ്ടുവന്ന് അടിമത്തത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ലിങ്കൺ മുൻകൈയെടുത്തു. 1864 ഏപ്രിൽ 8-നാണ് ഈ ഭേദഗതി സെനറ്റ് പാസാക്കിയത്. യുദ്ധത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ലിങ്കൺ കറുത്തവരുടെ വോട്ടവകാശത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നതും ചർച്ച ചെയ്തിരുന്നതും. വൈറ്റ് ഹൗസിൻ്റെ വാതിലുകൾ കറുത്തവരായ സന്ദർശകർക്ക് മുന്നിൽ ലിങ്കൺ എപ്പോഴും തുറന്നിട്ടിരുന്നു. മുമ്പ് ഒരു പ്രസിഡന്റും അങ്ങനെ ചെയ്തിട്ടില്ല. കറുത്തവരെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച ആദ്യത്തെ പ്രസിഡന്റ് ലിങ്കണാണ്. പ്രസിഡന്റ് ആയതോടെ അധികാരത്തിൻ്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുകയും അതിൻ്റെ ശരീരഭാഷ സ്വീകരിക്കുകയും ചെയ്യാൻ ലിങ്കണാവുമായിരുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരുമായുള്ള സൗഹൃദം ലിങ്കൺ എല്ലായ്പ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. നിഷ്കളങ്കരായ കൃഷിക്കാരെയും തൊഴിലാളികളെയും വീട്ടുജോലിക്കാരെയും എല്ലാം ലിങ്കൺ സ്നേഹിച്ചു. ആ മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് താൻ വൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നതെന്ന ബോധ്യം എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധം വരുത്തിയ നാശനഷ്ടങ്ങൾ ലിങ്കനെ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു. യുദ്ധം അവസാനിച്ചു. ലിങ്കനെ ഒരു ഭരണാധികാരിയായി അംഗീകരിക്കാതിരുന്നവരും ഇപ്പോൾ US യൂണിയന്റെ വിജയത്തിൽ ലിങ്കന്റെ പങ്ക് അംഗീകരിച്ചു. എന്നാൽ വിജയം ലിങ്കണിൽ ആവേശം ജനിപ്പിച്ചില്ല. യുദ്ധത്തിൽ ജയിച്ച പടയാളികളെയും തോറ്റ പടയാളികളെയും ലിങ്കൺ ഒരുപോലെ തന്നെ കണ്ടു. സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒരേ കണ്ണുകൊണ്ട് അംഗീകരിക്കാനുള്ള കഴിവ് ജ്ഞാനിയായ ഒരു മനുഷ്യന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ലിങ്കണ് അത് സാധ്യമായി. ജോൺ വിൽക്സ് ബൂത്ത് എന്ന പ്രസിദ്ധനായ നടൻ ലിങ്കന്റെ താമസ സ്ഥലത്തിന് അല്പമകലെ തൻ്റെ പ്രതിശ്രുത വധുവായ ലൂസി ഹെയിലിനോടൊപ്പം ഒരു പ്രധാന ദൗത്യവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. അടിമത്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ബൂത്തിന്. ബൂത്തും മറ്റ് ചില ഗൂഢാലോചനക്കാരും എബ്രഹാം ലിങ്കനെ തട്ടിക്കൊണ്ടു പോകാൻ പദ്ധതിയിട്ടിരുന്നു. പിന്നീട് അത് ലിങ്കനെ വധിക്കാനുള്ള പദ്ധതിയാക്കി അവർ മാറ്റി. ലിങ്കൻ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് ബൂത്ത് തീരുമാനിച്ചിരുന്നു. ആഭ്യന്തര യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നാണ് ബൂത്ത് കരുതിയത്. റീ ഇലക്ഷനിൽ ജയിച്ച് ലിങ്കൻ രണ്ടാമതും പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിൽക്സ് ബൂത്ത് പങ്കെടുത്തിരുന്നു. 1865 ഏപ്രിൽ 11-ന് ലിങ്കൻ വൈറ്റ് ഹൗസിൽ പ്രസംഗിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ബൂത്തുമുണ്ടായിരുന്നു. അടിമത്തം അവസാനിപ്പിച്ച് അടിമകളെയെല്ലാം സ്വദേശികളാക്കി മാറ്റി അവർക്ക് വോട്ടവകാശം നൽകുന്നതിനെക്കുറിച്ചാണ് ലിങ്കൺ പ്രസംഗിച്ചത്. അമേരിക്കയിലെങ്ങും അറിയപ്പെടുന്ന നാടക നടനായിരുന്നതുകൊണ്ട് ബൂത്ത് വരുന്നതും പോകുന്നതുമെല്ലാം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ അവർ അമേരിക്കൻ കസിൻ എന്ന നാടകം കാണാൻ വൈകുന്നേരം തിയേറ്ററിലേക്ക് വരുന്നുണ്ടെന്ന് ഹെൻറി ക്ലെഫോർഡിൽ നിന്നും ബൂത്ത് മനസ്സിലാക്കി. പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ ലിങ്കൺ ഉറങ്ങിയിരുന്നുള്ളൂ. 5 വർഷക്കാലത്തെ വൈറ്റ് ഹൗസ് വാസകാലത്തിനിടയിൽ 1 മാസത്തിൽ താഴെ മാത്രമേ ലിങ്കൺ തൻ്റെ ജോലികളിൽ നിന്നും വിട്ടുനിന്നിട്ടുള്ളൂ.
അത് പലപ്പോഴും നാടകം കാണാനും മറ്റുമായിരുന്നു. പുസ്തക വായനയും നാടകം കാണലും മാത്രമായിരുന്നു ലിങ്കന്റെ സ്വകാര്യ സന്തോഷങ്ങൾ. നാടകം കണ്ടുകൊണ്ടിരിക്കെ ലിങ്കണ് കുളിര് തോന്നി. ഷാള് കൊണ്ട് പുതയ്ക്കാൻ മേരി അദ്ദേഹത്തോട് പറഞ്ഞു. ലിങ്കൺ തൻ്റെ കറുത്ത കോട്ട് ധരിച്ച് കാലുകൾ നീട്ടിവെച്ച് കസാരയിൽ ചാഞ്ഞിരുന്നു. എല്ലാവരും നാടകത്തിൽ സ്വയം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നാടക നടനായ വിൽക്സ് ബൂത്ത് തൻ്റെ ഓരോ അടിവെപ്പിനും ശ്രദ്ധിച്ച് തിയേറ്ററിൻ്റെ വരാന്തകളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അരങ്ങിൽ നടൻ ഹാരി ഹാവുക്ക് ഹാസ്യാഭിനയം കൊണ്ട് ആളുകളെ മുഴുവൻ ചിരിയുടെ ഉറ്റ തോടരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്റർ മുഴുവൻ കൂട്ടച്ചിരിയുടെ അലയടിയിലാണ്. ആ സമയം ബൂത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന ബോക്സിന് തൊട്ട് പിന്നിലുള്ള വാതിൽ തുറന്നു. പിസ്റ്റൾ കയ്യിലെടുത്ത് ലിങ്കന്റെ ഇടത് ചെവിയുടെ പിൻഭാഗത്തെ ലക്ഷ്യം വെച്ച് നിറയൊഴിച്ചു. അയാൾ പിന്നെ സ്റ്റേജിലേക്ക് ചാടിക്കയറി. 6 സെപ്റ്റംബർ ടെറാനിസ് എന്നയാൾ വിളിച്ചു പറഞ്ഞു. സ്വേച്ഛാധിപതികൾക്ക് എപ്പോഴും ഇങ്ങനെ എന്നാണ് ആ ലാറ്റിൻ വാചകത്തിന്റെ അർത്ഥം. പ്രസിഡന്റിന് വെടിയേറ്റ വിവരം തിയേറ്റർ മുഴുവൻ അറിഞ്ഞു. വെടിയുണ്ട ലിങ്കന്റെ തലച്ചോറിലേക്ക് തുളച്ചു കടന്നിരുന്നു. വെടിയേറ്റയുടൻ തന്നെ ലിങ്കണ് ബോധം നഷ്ടപ്പെട്ടു. ഉറങ്ങുന്നത് പോലെ അദ്ദേഹം കസാരയിൽ ചാഞ്ഞു കിടക്കുകയാണ്. ലിങ്കണ് സംഭവിച്ചതുപോലുള്ള മുറിവേറ്റ ഒരാൾ സാധാരണഗതിയിൽ 2 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുമെന്നാണ് ഡോക്ടർമാർ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ലിങ്കൺ 9 മണിക്കൂർ നേരം ജീവനോടെ കിടന്നു. 1865 ഏപ്രിൽ 15 രാവിലെ 7:22 ലിങ്കൺ അന്തരിച്ചു. 56 വയസ്സായിരുന്നു അദ്ദേഹത്തിന്.